അങ്ങനെ ഇന്ത്യക്ക് മുന്നിൽ സൗത്ത് ആഫ്രിക്ക മുട്ടുമടക്കി. ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. ഇന്ത്യക്കെതിരെ ഒന്ന് പൊരുതാൻ പോലും സൗത്ത് ആഫ്രിക്കൻ ടീമിന് സാധിച്ചില്ല. ഇന്ത്യ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ എറിഞ്ഞിട്ടു. 116 റൺസിൽ അവർ ഓൾ ഔട്ടായി. ഹർഷദീപ് സിംഗ് സൗത്ത് ആഫ്രിക്കയെ പഞ്ഞിക്കിട്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുമായിട്ട് ഇങ്ങനെ നാണംകെട്ട് തോൽക്കുമെന്ന് ഒരിക്കലും സൗത്ത് ആഫ്രിക്ക കരുതി കാണില്ല. കാരണം ഏകദിനത്തിൽ പേരുകേട്ട ഒരുപാട് താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. എന്നിട്ടും ഇന്ന് സൗത്ത് ആഫ്രിക്ക 116 റൺസിൽ ഓൾ ഔട്ടായി. സെക്കൻഡ് ബാറ്റിംഗിൽ ഇന്ത്യ അനായാസമായിട്ട് കളി ജയിച്ചു. ഇന്ന് കളി തോറ്റ ശേഷം സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്രം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ആരാധകർ വലിയൊരു പോരാട്ടമാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ കളി പെട്ടെന്ന് തന്നെ അവസാനിച്ചു. T20യേക്കാൾ വേഗത്തിലാണ് ഇന്ന് കളി തീർന്നത്. സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇന്ന് കളി തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ മാർക്രം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് നിരാശയുണ്ട്. ഞങ്ങൾ ഇന്ന് മികച്ച കളി പുറത്തെടുക്കുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ ഞങ്ങൾക്ക് ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് ഹർഷദീപ് സിംഗ്, അവൻ്റെ ബൗളിംഗ് പ്രകടനം മികച്ചതായിരുന്നു. അതുപോലെ ആവേശ് ഖാനും. ഈ രണ്ട് താരങ്ങളാണ് ഞങ്ങൾക്ക് പണി തന്നത്. ഇന്ത്യയുടെ ബോളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുപോലെ ഇന്ത്യ മികച്ച ഫീൽഡിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. കളി തോറ്റതിൽ ഒരുപാട് നിരാശയുണ്ട്. ഞങ്ങൾക്കൊന്ന് പൊരുതാൻ പോലും ഇന്ന് സാധിച്ചില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ ഞങ്ങൾ ഇന്ന് വരുത്തിയിട്ടുണ്ട്. അതെല്ലാം തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്രം വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇങ്ങനെ ഈസിയായിട്ട് കളി ജയിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. T20യേക്കാൾ വേഗത്തിലാണ് ഇന്നത്തെ ഏകദിനം അവസാനിച്ചത്. സൗത്ത് ആഫ്രിക്ക 116 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ത്യക്ക് സെക്കൻഡ് ബാറ്റിംഗിൽ കൂടുതൽ റൺസ് എടുക്കാൻ സാധിച്ചില്ല. അതിനു മുന്നേ കളി ജയിച്ചു. സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരുന്നത്. എന്നാൽ സഞ്ജുവിന് അതിന് അവസരം കിട്ടിയില്ല. ഇന്ത്യ ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തെങ്കിൽ ഒരുപാട് റൺസ് ഇന്ത്യക്ക് എടുക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന് ബാറ്റിങ്ങിൽ അവസരം കിട്ടിയേനെ. ഇതിപ്പോൾ ടീമിലെടുത്താലും സഞ്ജുവിന് മികച്ച കളി പുറത്തെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അതിന് സഞ്ജുവിന് അവസരം കിട്ടുന്നില്ല.